ഇവിടെ പോസ്റ്റ് ഒട്ടിച്ച് കഴിഞ്ഞു. അത്രയും ഏറ്റവും മിടുമിടുക്കരായിട്ടുള്ള പ്രവർത്തകരുള്ള മഹിളാ പ്രവർത്തകരും ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളും സീനിയറായിട്ടുള്ള ആളുകളും എല്ലാവരും കൂടി ഒരൊറ്റ ടീമായിട്ട് ഇവിടെ അങ്ങ് ഇറങ്ങും. ഞങ്ങൾ ഒരു വീടാണ്. എല്ലാ തെരഞ്ഞെടുപ്പിലും ഭൂരിപക്ഷം കൂട്ടിയാണ് പോയത്. ഇത്തവണത്തെ അവസ്ഥ എന്താ? അല്ലാതെ അവർ തീരുമാനിക്കട്ടെ. ഞാനിവിടുത്തെ കാര്യം പറയാറില്ല. എല്ലാ പ്രാവശ്യവും എല്ലാ പ്രതിസന്ധിയിലും സംസ്ഥാനത്ത് വലിയ LDF തരംഗം ഉണ്ടായ സമയത്ത് പോലും എനിക്ക് അവർ ഭൂരിപക്ഷം കൂട്ടി തന്നിട്ടുണ്ട്. 2006 എറണാകുളം റൂറലിലെ 10 സീറ്റിൽ 9 സീറ്റും പരാജയപ്പെട്ടപ്പോൾ ഞാൻ മാത്രമാണ് എറണാകുളം റൂറലിൽ നിന്ന് അന്ന് ജയിച്ചത്. ഞാൻ രണ്ടാമത് മത്സരിക്കുകയാണ്. കടുത്ത മത്സരമായിരുന്നു. അന്നും എനിക്ക് വോട്ട് കൂട്ടി തന്നാണ് എന്നെ വിജയിപ്പിച്ചത്. മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് കൂടെ സുരക്ഷിതരാണെന്ന് കരുതുന്നുണ്ടോ എന്നുള്ളതായിരുന്നു. അതിൽ ആരും സുരക്ഷിതരല്ലല്ലോ. ജനങ്ങളുടെ കയ്യിലല്ലേ ഇരിക്കണം. ഞാനൊരു എതിരാളിയെ നിസ്സാരരായി കാണുന്ന ആളല്ല. എത്രമാത്രം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. സ്കൂളിൽ പഠിക്കുമ്പോൾ ക്ലാസ് ലീഡറായിട്ട് മത്സരിച്ചിട്ടുള്ള ആളാണ്. അന്ന് ഞാൻ ആ എതിരാളിയെ ശക്തനായിട്ട് കാണുള്ളൂ. ഇപ്പോഴും എതിരാളിയെ ശക്തൻ. ഒരു എതിരാളി നിസ്സാരക്കാരല്ല. എനിക്കെതിരെ എത്ര പ്രഗത്ഭരായ ആളുകളും മത്സരിച്ചു. അവരൊക്കെ നിസ്സാരക്കാരാണോ? എനിക്കെതിരെ മത്സരിച്ച ഒരു സ്ഥാനാർത്ഥിയും നിസ്സാരക്കാരല്ല. അവർക്കെല്ലാം അവരുടേതായ സ്വാധീനവും അവരുടേതായ ബന്ധവും. 10 വർഷം MLA ആയിരുന്ന ഒരാളാണ് എനിക്കെതിരെ മത്സരിക്കുന്നത്. അദ്ദേഹം എങ്ങനെ നിസ്സാരക്കാരനാവുന്നത്? സാധാരണ മത്സരിക്കുമ്പോൾ സിറ്റിംഗ് എം എൽ എ ആയ വി ഡി സതീശനാണ്. ഇത്തവണ പ്രതിപക്ഷ നേതാവാണ്. ഒരുപക്ഷെ മുഖ്യമന്ത്രി ആയേക്കുമെന്നുള്ള പ്രതീക്ഷയുള്ള ആളാണ്. അല്ല, ഞാനൊന്നും അല്ലെങ്കിലും എത്ര വലിയ ആളല്ലെങ്കിലും ഇവർക്ക് ഞാൻ കുടുംബത്തിലെ ഒരു അംഗമായിട്ടാണ് എന്നെ കാണുന്നത്. കുടുംബത്തിലെ ഒരാൾ ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ അത് സന്തോഷിക്കില്ല വീട്ടിലെല്ലാവരും. നിങ്ങൾക്ക് ഒരു പ്രൊമോഷൻ കിട്ടിയാൽ പോലും വീട്ടിലെല്ലാവർക്കും എന്ത് സന്തോഷമായിരിക്കും. അതുപോലെ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ ഉയർച്ചകളിലും എൻ്റെ വീട്ടുകാരേക്കാൾ സന്തോഷിക്കുന്നവരാണ് ഇവിടെയുള്ളവർ. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പെട്ടവർ. എനിക്കെതിരായിട്ട് പ്രചരണം നടത്തുന്നവർ പോലും മനസ്സുകൊണ്ട് എനിക്കുണ്ടാകുന്ന ഉയർച്ചയെ സന്തോഷിക്കുന്നവരാണ്. കാരണം അവർ തന്നെ എന്നോട് പറയാറുണ്ട്, അവർ കഷ്ടപ്പെടുള്ളൂ, അവരുടെ കുടുംബത്തിലെ പലരും എനിക്ക് വോട്ട് ചെയ്യാറുള്ളത്. അത് വരട്ടെ, അത് ഞാൻ പറയാം. ഞാൻ പറഞ്ഞല്ലോ 100-ലധികം സീറ്റുമായി UDF അധികാരത്തിൽ വരും. അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രൊപ്പോർഷൻ UDF ഉണ്ടാവുമല്ലോ, കോൺഗ്രസിനുണ്ടാവുമല്ലോ. എനിക്കൊരു സമയത്തും കുറഞ്ഞിട്ടില്ല. നിങ്ങളാണ് ഇങ്ങനെ സർവേ ഒക്കെ നടത്തിയിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഞാൻ നിങ്ങളുടെയൊക്കെ ഇതിന് മുമ്പിലത്തെ സർവേ ഒക്കെ നോക്കിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ നിങ്ങൾ ഇതുപോലെ കുറേ പേര് സർവേ ഇറക്കി. അന്ന് പറഞ്ഞത് ഷാഫി പറമ്പിൽ തോറ്റുപോകുന്ന. ഷാഫി പറമ്പിൽ 1.25 ലക്ഷം വോട്ടിനാണ് ജയിച്ചത്. നിങ്ങൾ പറഞ്ഞത് സുധാകരേട്ടൻ തോറ്റുപോകുന്നതാണ്. സുധാകരേട്ടൻ 1 ലക്ഷം വോട്ടിനാണ് ജയിച്ചത്. നിങ്ങൾ പറഞ്ഞത് VK ശ്രീകണ്ഠൻ 3-ാം സ്ഥാനത്ത് പോകുന്നവർ. VK ശ്രീകണ്ഠൻ 85,000 വോട്ടിന് ജയിച്ചു പാർലമെന്റിലിരിക്കുക. അപ്പോൾ കുറച്ച് പേരൊക്കെ ഏജൻസിയൊക്കെ വെച്ചാണ് സർവേ നടത്തിയത്. കുറച്ച് പേര് തന്നെ മുറിക്കാതിരുന്ന് തല്ലിക്കൂട്ടി. ഉറപ്പായിട്ട് പാലിക്കും. അദ്ദേഹത്തിന് അറിയാം ഞാൻ വാക്ക് പാലിക്കുന്ന ആളാണെന്ന്. ഏറ്റവും നന്നായിട്ട് എൻ്റെ കൂടെ പ്രവർത്തിച്ച ആൾക്കെല്ലാം അറിയുള്ളൂ. അദ്ദേഹം പറഞ്ഞു അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ഭൂരിപക്ഷത്തിൽ UDF ജയിക്കട്ടെ എന്നാണ്. പിന്നെ നിങ്ങൾ അദ്ദേഹത്തിനെ പോലത്തെ ഒരാളുടെ അടുത്തെന്ന് ഞാൻ മാധ്യമപ്രവർത്തകരോട് പറയാം, ഇങ്ങനെ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി കുത്തി ചോദിക്കുന്ന ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത്, ഞാൻ പറയുന്നില്ല, എൻ്റെ വിശദാംശങ്ങൾ പറയുന്നില്ല, അത് ശരിയാണോ എന്ന് നിങ്ങളൊരു ആത്മപരിശോധന നടത്തണം. അദ്ദേഹം ഒന്നും പറയില്ല. അദ്ദേഹം എനിക്കതിൽ ഒരക്ഷരവും പറയത്തില്ല. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിനൊരു ടെൻഷനുണ്ട്. എന്നോട് ചോദിച്ചു നേരിട്ട്, നീ എന്തിനാ ഇങ്ങനെയൊക്കെ കയറി പറയണമെന്ന് ചോദിച്ചു. നിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്നോട് ചൂടാവുകയും ചെയ്യും. തീർച്ചയായിട്ടും എന്നോട് ചൂടായി. ഞാനിങ്ങനെ പറഞ്ഞതിന് ഞാൻ UDF ജയിച്ചില്ലെങ്കിൽ എന്നോട് ചോദ്യത്തിനുള്ള മറുപടി ആയിട്ടാണ് പറഞ്ഞത്. ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോവും UDF ജയിച്ചില്ലെങ്കിൽ എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞതാണ്. ഞാൻ വല്ലതും മാറ്റി പറയണ്ട. അതൊക്കെ നിങ്ങളുടെ മുഖ്യമന്ത്രിയല്ലേ എപ്പോഴും മാറ്റി പറയണം. ഞാൻ വല്ലതും പറയണ്ട. മുഖ്യമന്ത്രി എന്തൊക്കെ മാറ്റി പറഞ്ഞു? ജമാഅത്ത് ഇസ്ലാമിയായിട്ട് ഒരു ബന്ധമില്ല എന്ന് നുണ പറഞ്ഞു മുഖ്യമന്ത്രി. നുണ ഞാനിപ്പോൾ അങ്ങനെ യമണ്ടൻ നുണയെന്നൊക്കെ എന്നോട് പറയണേ. യമണ്ടൻ നുണ പറഞ്ഞു. ഞാൻ വീഡിയോ ക്ലിപ്പ് കാണിച്ചപ്പോൾ മുഖ്യമന്ത്രി ജമാഅത്ത് ഇസ്ലാമിയെ സ്വാഗതം ചെയ്യണതിൻ്റെ വീഡിയോ ക്ലിപ്പ് കാണിച്ചില്ലേ, RSS-ആയിട്ട് ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞു. ഞാൻ ജോണി ലൂക്കോസുമായിട്ടുള്ള ഇൻ്റർവ്യൂ കാണിച്ചില്ല, അപ്പോൾ പറഞ്ഞത് RSS-ഉമായിട്ട് പല കാലത്തും ബന്ധമുണ്ടായിരുന്നെന്ന്. പിന്നെ 18 മാസം ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പെൻഷൻ മുടങ്ങിയെന്ന് പച്ചക്കള്ളം ഈ മുഖ്യമന്ത്രി പറഞ്ഞില്ലേ. ഞങ്ങൾ പൊളിച്ചടിക്കില്ലേ. ആരുടെ ഡോക്യുമെൻ്റ് വെച്ചിട്ട്? തോമസ് ഐസക്കിൻ്റെ വൈറ്റ് പേപ്പർ, മുഖ്യമന്ത്രി ഒപ്പിട്ട ക്യാബിനറ്റ് അംഗീകരിച്ച വൈറ്റ് പേപ്പർ വെച്ചിട്ട് എന്തോരം നുണയാണ് ഈ മുഖ്യമന്ത്രി. KPCC പ്രസിഡന്റിന്റെ പേരിൽ എൻ്റെയും പേരുണ്ട്. എന്നോട് KPCC ഞാൻ കണ്ടില്ല, അത് പ്രസിഡന്റ് പറഞ്ഞു. അതായത് K സുധാകരൻ സീറ്റ് കൊടുക്കരുതെന്ന് പറഞ്ഞ് ഞങ്ങൾ കള്ളക്കത്ത് പ്രചരിപ്പിക്കുക. CPM എത്ര തരം താണിരിക്കുക. അല്ല, അതിപ്പോൾ ആരാ നുണ പറയണമെന്ന് ഞങ്ങൾ പ്രൂവ് ചെയ്തല്ലോ. ഞാനിപ്പോൾ എത്ര നുണ മുഖ്യമന്ത്രി പറഞ്ഞു ജമാഅത്ത് ഇസ്ലാമിയായിട്ട് ബന്ധമില്ലെന്നുള്ളത് ഞങ്ങൾ പൊളിച്ചു. മുഖ്യമന്ത്രി നുണ പറഞ്ഞാണെന്ന്. RSS-ഉമായിട്ട് ബന്ധമില്ല എന്നുള്ളത് നിങ്ങളുമായിട്ട് ഇൻ്റർവ്യൂവിൽ തന്നെ പൊളിച്ചു. 18 മാസം ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പെൻഷൻ മുടങ്ങിയെന്ന് പറഞ്ഞ പച്ചക്കള്ളം പറഞ്ഞു മുഖ്യമന്ത്രി.
അത് തോമസ് ഐസക്കിൻ്റെ ഇദ്ദേഹം അധ്യക്ഷനായിട്ടിരിക്കുന്ന ക്യാബിനറ്റ് അംഗീകരിച്ച വൈറ്റ് പേപ്പർ പുറത്തു വെച്ചുകൊണ്ട് ഞങ്ങൾ പൊളിച്ചടുക്കി കൊടുത്തില്ലേ. പിന്നെ ഇദ്ദേഹം 2013 ഗണേഷ് കുമാറിനെ ചവിട്ടി പുറത്താക്കണം മന്ത്രിസഭയിൽ നിന്ന് പറഞ്ഞ ആള് ഇപ്പൊ ഗണേഷ് കുമാറിനെ തോളത്ത് വെച്ചുകൊണ്ട് നടക്കുമല്ലേ. ഇപ്പൊ അത് കുടുംബ പ്രശ്നമായില്ലേ. ഇരട്ടത്താപ്പല്ലേ മുഖ്യമന്ത്രിക്ക് ഏത് സമയത്ത് ഇരട്ടത്താപ്പ്? ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഞാൻ നുണറായി എന്നുള്ള പേര് വിട്ട്. ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് അങ്ങേ നുണയൻ ഇടതുപക്ഷം വിശേഷിപ്പിച്ചത്. അല്ല, അത് എന്തുകൊണ്ടാണ് നിങ്ങളത് ആലോചിക്കുക? എന്തുകൊണ്ടാണ്? ഞാൻ എങ്ങനെയുള്ള അറിയപ്പെട്ടിരുന്ന ആളാ. എനിക്ക് ഒന്നും അറിയാത്ത ആളാണ്. ഞാൻ ഗ്രഹപാഠം ചെയ്താണ് കാര്യങ്ങൾ പറയുന്നത്. നിങ്ങളെല്ലാവരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ല, ഞാൻ പഠിച്ചു വന്നിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. എനിക്ക് അറിയാത്ത കാര്യങ്ങൾ ഞാൻ അറിയില്ല എന്ന് പറയും. അപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു ഡേറ്റയുടെ പിൻബലം എപ്പോഴും ഉണ്ടാവും. പഠിച്ചിട്ടേ പറയുള്ളൂ. 4,43,000 വീട് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വെച്ചെന്ന് പറഞ്ഞപ്പോൾ ഈ മുഖ്യമന്ത്രിയല്ലേ ഫേസ്ബുക്കിൽ എഴുതിയത് 4,000 വീടേ വെച്ചുള്ളൂ അല്ലേ? പച്ചക്കള്ള ആരാ പറഞ്ഞത്? എൻ്റെ പുറകിൽ ഡേറ്റ ഉണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ മന്ത്രിസഭാംഗങ്ങളായ AK ബാലനും KT ജലീലും ഞങ്ങൾക്ക് നിയമസഭയിൽ ചോദിച്ചു തന്ന ഉത്തരത്തിന്റെ ഡാറ്റ എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ വെച്ചോടുകൂടി മുഖ്യമന്ത്രി കണ്ടം വഴി ഓടിയല്ല. പിള്ളേർ പറയണമാതിരി, ഇപ്പോഴത്തെ കുട്ടികൾ പറയണമാതിരി കണ്ടം വഴി കുട്ടികൾ ഓടിയല്ല. അല്ല, ഈ കാര്യമൊക്കെ പറഞ്ഞ മുഖ്യമന്ത്രിക്ക് ആരോ ഉപദേശം കൊടുത്തു വേണ്ടാത്ത പണിക്ക് പോകേണ്ടതാണ്. കാരണം ഞാൻ ഈ ചോദ്യം ചോദിച്ചാൽ മുഖ്യമന്ത്രി എന്ത് പറയും? നിങ്ങൾക്ക് ജമാഅത്ത് ഇസ്ലാമിയായിട്ട് ബന്ധം ഉണ്ടായില്ല എന്ന് നിങ്ങൾ പറയുന്നത് നുണയല്ലേ? ഇത് പറയും. നുണയാണെന്ന് പറഞ്ഞാൽ ഞാനപ്പോൾ വീഡിയോ ക്ലിപ്പ് എടുക്കും. RSSന്റെ പറഞ്ഞ വീഡിയോ ക്ലിപ്പ് എടുക്കും. പെൻഷൻ്റെ കാര്യം പറഞ്ഞ വീഡിയോ ക്ലിപ്പ് എടുക്കും. ഗണേശനെ ചവിട്ടി പുറത്താക്കണമെന്ന് പറഞ്ഞിട്ട് ഗണേശനെ കഷ്ടത്ത് വെച്ചുകൊണ്ട് നടക്കുകയാണ് ഇപ്പോൾ. ഗണേശൻ അതിനേക്കാൾ ഗുരുതരമായ ആരോപണം വന്നപ്പോൾ പറയുക കുടുംബ പ്രശ്നമാണെന്ന്. ഇരട്ടത്താപ്പിന്റെ ആൾരൂപമല്ലേ മുഖ്യമന്ത്രി? നമുക്കറിയപ്പെടാവുന്ന വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, പെൻഷൻ 2,500 രൂപയാക്കി കൊടുക്കുന്നു അല്ലേ? 1,600 രൂപയുടെ പെൻഷൻ. 4.25 കൊല്ലക്കാലം ഒരു ചില്ലിക്കാശ് കൂട്ടിയില്ല. ആരെ പറ്റിച്ചപ്പോൾ എന്നിട്ട് അവസാനം ഇപ്പം 2 മാസം മുമ്പ് 400 രൂപ കൂട്ടി. ഇപ്പം ഈ മാസത്തെ പെൻഷൻ കൂടി കൊടുക്കുകയാണ് 4,000 രൂപ ഒരുമിച്ച്. ഇന്നലെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ വേണ്ടി അവരത് മേടിച്ച് പോക്കറ്റിലിട്ട് പോളിംഗ് ബൂത്തിൽ പോയി UDF വോട്ട് ചെയ്യും. അവിടെ UDF 3,000 രൂപയാണ് അവർക്ക് പെൻഷൻ കൊടുക്കാൻ പോകണം. അപ്പോൾ അത് പറ്റിച്ച ജനങ്ങളെ അപ്പോൾ കബളിപ്പിച്ചിട്ടാണ് വോട്ട്. ഞങ്ങൾ വന്നാൽ ഞങ്ങൾ 2,500 രൂപ ആക്കിത്തരാം എന്ന് പറഞ്ഞിട്ട് 4.25 കൊല്ലക്കാലം ഒരു ചില്ലിക്കാശ് കൂട്ടിയില്ല. ആണോ? അപ്പോൾ പറ്റിച്ചില്ലേ? റബ്ബറിന് 250 രൂപ ആക്കാമെന്ന് പറഞ്ഞല്ലോ, ആക്കിയില്ലല്ലോ. നെല്ല് സംഭരണം പാളി, കുത്തുവാളെടുത്തില്ലേ നെൽ കർഷകർ മുഴുവൻ? വല്ലാത്ത സ്ഥിതിയിലായില്ലേ? തീരപ്രദേശത്ത് 12,000 കോടി രൂപയുടെ പാക്കേജ് പ്രഖ്യാപിച്ചിട്ട് എവിടെ? വയനാട് പാക്കേജ് എവിടെ? കാസർഗോഡ് പാക്കേജ് എവിടെ? ഇടുക്കി പാക്കേജ് എവിടെ? ഒറ്റ പൈസ ചെലവാക്കാതെ ഡയലോഗ് അടിക്കുക. എന്തു പറയാം? വിഴിഞ്ഞം തുറമുഖം പൂർത്തിയാക്കിയത് ഉമ്മൻചാണ്ടി വിഴിഞ്ഞം തുറമുഖം കൊണ്ടുവന്നപ്പോൾ അത് റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പാണെന്ന്, കടൽ കൊള്ളയാണെന്ന് പറഞ്ഞ പിണറായി വിജയൻ നാണമില്ലേ വിഴിഞ്ഞത്തിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ? പിന്നെ പറഞ്ഞ് ഗെയിൽ പൈപ്പ് ലൈൻ പൂർത്തിയാക്കിയെന്ന്. ആ രാജീവ് മന്ത്രിസഭയിൽ ഇരിക്കുക. ഭൂമിക്കടിയിൽ ഒളിപ്പിച്ചു വെച്ച ബോംബാണ് ഇന്ന് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പ്രസംഗിച്ച നേതാക്കന്മാർ. ഇവരുടെ ഈ തട്ടിപ്പുകളെല്ലാം ഞങ്ങൾ നന്നായിട്ട് പൊളിച്ചടുക്കിയിട്ടുണ്ട് ജനങ്ങളുടെ മുമ്പിൽ. ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് ഇവർ പറയുന്നത് നുണകളുടെ കൊട്ടാരം പണിയാന്ന്. അപ്പോൾ എൻ്റെ വിശ്വാസ്യത തകർക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അവസാനം നുണറായി പിണറായി സർക്കാരിന് ഞാൻ പാസ് മാർക്ക് കൊടുക്കൂല. ഞാൻ 1ാം പിണറായി സർക്കാരിന് പാസ് മാർക്ക് കൊടുത്താളാം. അന്ന് എന്നോട് ഇതുപോലത്തെ ചോദ്യം ചോദിച്ചപ്പോൾ ഈ ഗവൺമെൻറ് 2ാം പിണറായി ഇത് കേരളം കണ്ട ദ മോസ്റ്റ് ഇനഫിഷ്യൻറ്റ് ഗവൺമെൻറ് കേരള ഹാസ് എവർ സീൻ. കേരളം കണ്ട ഏറ്റവും മോശം ഗവൺമെൻറ്റാണ് ഈ ഗവൺമെൻറ്. ഞാൻ 1ാം പിണറായിയെ കുറിച്ച് അത് പറഞ്ഞില്ല. ഇത് കേരളം കണ്ട ഏറ്റവും മോശം ഗവൺമെൻറ്. അതാണ് ഉറപ്പല്ലേ? അതല്ലേ ഞാൻ 100-ൽ നിൽക്കുന്നത്. നിങ്ങൾ ആരും 100-ൻ്റെ അടുത്തേക്ക് വരുന്നില്ലല്ലോ. നിങ്ങളുടെ കുറേ സർവേകളൊക്കെ ഇങ്ങനെ ഭയങ്കര വിഷമിച്ച് ഞങ്ങൾക്ക് ഭൂരിപക്ഷം തന്നെ. ആളുകൾ വോട്ട് ചെയ്യുമ്പോൾ നോക്കൂ. ഞാൻ ഓരോ സർവേയൊക്കെ കണ്ടിട്ട് ഞാൻ ചിരിച്ചുപോയി. ഭയങ്കര വിഷമിച്ച് ഭയങ്കര ഭൂരിപക്ഷം തരുമോ UDFന്? വിഷമിച്ച്. സൈലന്റ് അല്ല, എവിഡന്റ് ആയിട്ടുള്ള തരംഗമുണ്ട്. ഒരു സൈലന്റും ഇല്ല. ജനങ്ങൾ നിൽക്കുവാണ്. സുനാമി പോലത്തെ ഒരു തരംഗം വരും. ഞാൻ പറഞ്ഞില്ല, എറണാകുളം എത്തുമ്പോഴേക്കും കാസർഗോഡ് നിന്ന് എറണാകുളത്ത് എത്തുമ്പോൾ UDFന് ഭൂരിപക്ഷവും. ബാക്കിയുള്ളത് എൻ്റെ 100-ലേക്ക് പോകുമായിരിക്കും. തെക്കോട്ടെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.